നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ 48 മണിക്കൂറിനുള്ളിൽ അവർ നിങ്ങളിലേക്ക് വന്നിരിക്കുമെന്നതാണ്. ഇതൊരു മാനിഫെസ്റ്റേഷൻ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ നിങ്ങളുടെ റീഡിംഗ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്കിതൊരു ഗൈഡൻസും വഴികാട്ടിയുമായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്കത് പോസിറ്റീവായ ഒരു എനർജി ഉള്ളതായിരിക്കുക. പിന്നീട് നമ്മൾ ആ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും തകർച്ചകൾ ഉണ്ടാകാൻ ഇടവരുത്താതിരിക്കുക. എപ്പോഴും നമ്മുടെ സോളെന്ന് പറയുന്നത് പോസിറ്റീവായി വെക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യേണ്ടതും വിജയിക്കേണ്ടതും നമ്മുടെ കരിയറിലാണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ വിജയിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങളും നമുക്ക് അനുയോജ്യമാകുന്ന കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് 48 അവേഴ്സിനുള്ളിൽ എത്തിയിരിക്കുമെന്നതാണ് റീഡിങ്ങിൽ കാണുന്നത്. അപ്പോൾ നമ്മൾക്കിതിൽ പറയാൻ സാധിക്കുന്നത് പേജ് ഓഫ് വാൺസ് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെവിടെയാണോ, ഏത് സാഹചര്യത്തിലാണോ, ആ സാഹചര്യത്തിൽ അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ആ ഒരു ചുറ്റുപാടിൽ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, ആ ചുറ്റുപാടിൽ നിലനിൽക്കാൻ പറ്റാതെ, അവരന്ന് അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പോകുവാനും സാധിക്കാതെ ആ ഒരു കെട്ടുപാടിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ആ സാഹചര്യത്തെ അവർ മെൻ്റൽ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുകയാണ്. അവർക്ക് ചുറ്റുമുള്ളവരോട് ഫൈറ്റിംഗ് ചെയ്യുക, അവരാരോടൊന്നില്ലാതെ സ്വയം ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവർക്കൊരു ഹാപ്പിനെസ് വേണം, അവർക്കൊരു വിജയവും സക്സസ്സും വേണം. അവർ അനുഭവിച്ച എന്തൊക്കെയോ പ്രോബ്ലംസിൽ നിന്നും അവർക്കൊരു രക്ഷ വേണം. അവരാഗ്രഹിക്കുന്ന ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണമെന്ന് അവരാഗ്രഹിക്കുന്നു. അവർക്ക് പ്രിയപ്പെട്ട ഇമോഷണലിയാണ് ക്യൂൻ ഓഫ് കപ്സ്. അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയാണ്. അവരിലേക്ക് അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. 24 അവേഴ്സും നിങ്ങൾക്ക് വേണ്ടി അവർ പ്രെയർ ചെയ്യുന്നു. നിങ്ങൾ അവരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അവർ പ്രെയർ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ അവർ വളരെയധികം സ്പിരിച്വലായി കഴിഞ്ഞു. അവർ ഒരുപാട് എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു അവരുടെ ലൈഫിൽ. ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയതിന് ശേഷം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിക്കാത്തതൊക്കെ അവർ നേരിടേണ്ടതായിട്ടും വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവരതിൻ്റെ പേരിൽ ഒരുപാട് എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അവർ ഇമോഷണലി നല്ല സ്റ്റേബിളായി കഴിഞ്ഞു. അതുപോലെ അവർ സ്പിരിച്വലായി കഴിഞ്ഞു. അവർ കൂടുതൽ പ്രെയറും കാര്യങ്ങളും എല്ലാം ചെയ്ത് അവർക്കടെ കൈകളിൽ അവർക്കിപ്പോൾ എന്തും നേടിയെടുക്കാൻ പാകത്തിന്, അവരാഗ്രഹിക്കുന്നത് അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പാകത്തിന് അവർ ഒരു സ്പിരിച്വലായ ഒരു അവസ്ഥയിൽ, ഒരു സ്പിരിച്വലായ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. അവരുടെ മുമ്പിലുണ്ടായിരുന്ന മറ്റു പലതിലും ഏറ്റവും ബെറ്ററായ, ഏറ്റവും ചേർത്ത് നിർത്താൻ പറ്റുന്നത്, അവർക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തി അതായത് ലഭിക്കുന്ന ഒന്നാണ് നിങ്ങളെന്ന് അവർക്കും മനസ്സിലായി കഴിഞ്ഞു. അവർ വളരെയധികം നിങ്ങളെ ഹോൾഡ് ചെയ്യുകയാണ് അവരുടെ ആ ഒരു ചുറ്റുപാടിൽ. അവരേത് സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിലും അവർ ഹോൾഡ് ചെയ്യുകയാണ്. അവർ വളരെ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. 5 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അവരുടെ ഫാമിലിയോട് അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർ
ഉള്ളവരോട്, ഇനി മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അവരോട് എല്ലാം അവരെന്ത് ചെയ്യുകയാണ്, അവരുടെ ആ ഒരു ചുറ്റുപാടിലുള്ളവരോട് ഇമോഷണലി വളരെ സന്തോഷമുള്ള ആ ഒരു സാഹചര്യമാണെങ്കിൽ പോലും അവർക്കവിടെ പറ്റുന്നില്ല. അവർക്ക് തടസ്സങ്ങളും കോൺഫ്ലിക്റ്റുകളും, അവർ ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അവരുടെ ആ ഒരു അവസ്ഥയെ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഏറ്റവും പൂർണ്ണതയും ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറയുന്നതും അവരാഗ്രഹിക്കുന്നത്, അവർക്ക് നേടിയെടുക്കണം. ഈ ഫൈറ്റിങ്ങിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത്, അവരുടെ ആ ഒരു പ്രതീക്ഷ, അവരാർക്ക് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത്, ആരിൽ നിന്നാണോ ഇറങ്ങിപ്പോയത് അവിടേക്ക് എത്തിച്ചേരുക എന്നും ആ വഴിയിലേക്ക് പോരുക എന്നതുമാണ് അവരുടെ ഒരു പ്രതീക്ഷ. അവർ ഭയങ്കരമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ കൂടെ ഉള്ളവരൊന്നും നിങ്ങളിലേക്ക് അവർ വരുന്നതിൽ യാതൊരുവിധ സംതൃപ്തിയുള്ളവരല്ല കേട്ടോ. അത് ഫാമിലി ആണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഏത് സാഹചര്യം ആയിക്കോട്ടെ, ആ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികൾ അവർ നിങ്ങളിലേക്ക് വരുന്നതിൽ യാതൊരു സംതൃപ്തിയും കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങളിലേക്ക് അവർക്ക് വന്നേ പറ്റൂ. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവർ ഉറച്ചൊരു തീരുമാനത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് അവർ മുഖം തിരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന അഫർമേഷൻ അല്ലെങ്കിൽ പ്രെയറിന് വളരെയധികം പ്രയോജനം കാണുന്നു എന്നാണ് കേട്ടോ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലയൺ ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ആ ഒരു സമയം നാളത്തത് കൊണ്ട് തീരുകയാണ്. ആ ഒരു പ്രെയറും കാര്യങ്ങളും ചെയ്യുന്നവരിൽ ഒരു 100 ഇവരുടെ 100% നമുക്ക് പറയാം വ്യക്തികൾ നിങ്ങളിലേക്ക് എന്തായാലും അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അവർ നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരാൻ തീരുമാനിക്കുന്നുണ്ട് എന്നത് 100% ഉറപ്പാണ്. കാരണം നിങ്ങളിൽ നിന്നും പിരിഞ്ഞ് നിൽക്കാൻ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ പിരിഞ്ഞ് നിൽക്കുക എന്നതും നിങ്ങൾ കൊടുത്ത സ്നേഹവും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യവും നിങ്ങളുടെ കെയറിങ് ഒന്നും ഒരിക്കലും അവർക്കിനി മാച്ച് കളയാൻ പറ്റില്ല. അവരുടെ ഉള്ളിൽ അത് വീണ്ടും അതേ ശക്തിയാൽ, നിങ്ങൾ എത്രത്തോളം ശക്തിയാൽ അവരെ സ്നേഹിച്ചോ, എത്ര രീതിയിൽ നിങ്ങൾ അവരെ കെയർ ചെയ്തോ, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന കണക്ഷൻ എത്രത്തോളം ആഴമുണ്ടായിരുന്നോ, അത് അവർ വീണ്ടും തിങ്കിങ് ചെയ്യുകയാണ്. അതിലേക്ക് അവർ പൂർണ്ണമായും ആ ഒരു ചിന്തയിലാണ്. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ചിന്തയിലാണ് അവരിപ്പോൾ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. എത്ര പെട്ടെന്ന് എങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചേരണം, അതിനുവേണ്ടി അവർ അത്രത്തോളം ഊർജ്ജസ്വലമായി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക, സ്ട്രഗിൾ ചെയ്യുക. നിങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി എന്തും അവർ ചെയ്യാൻ തയ്യാറാണ്. കാരണം കിങ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിതൃക്കന്മാരുടെയും മറ്റുമെല്ലാം ഡിവൈൻ്റെയും എല്ലാം വളരെയധികം സാന്നിധ്യം ആ ഒരു സക്സസ്സിന് അവരോടൊത്തുണ്ടാകുമെന്നത് വളരെയധികം കറക്റ്റാണ്. കാരണം അവർക്ക് തോന്നിയ ഒരു അഡിക്ഷൻ, അതൊരു മറ്റു വ്യക്തിയോടോ എന്തിനോടോ ആയിക്കോട്ടെ, അങ്ങനെ തോന്നിയ ഒരു അഡിക്ഷൻ്റെ പുറത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയ മറ്റെന്തോ ഒരു കാര്യത്തിൻ്റെ നേട്ടം, നിങ്ങളിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരിടത്ത് ചെന്നാൽ അല്ലെ മറ്റൊരു ഭാഗത്തേക്ക് പോയാൽ, ഇനി കരിയറിലാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റൊരു വ്യക്തിയുടെ സ്നേഹത്തിലാണെങ്കിലും എന്ത് സാഹചര്യത്തിലാണോ നിങ്ങളെ ഉപേക്ഷിച്ച ആ വ്യക്തി പോയത്, അവിടെ നിന്ന് തിരിച്ചു പോരുക എന്നത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത. എത്രയും സ്പീഡിന് ഇന്നെങ്കിൽ ഇന്നെന്ന രീതിയിൽ എത്രയും സ്പീഡിന് നിങ്ങളിലേക്ക് തിരിച്ചു പോരണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നമുക്ക് ഏറ്റവും സ്ട്രെങ്താണ് കിട്ടിയിരിക്കുന്നത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കവിടെ ഒരു കാരണവശാലും നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം അവരുടെ മൈൻഡ് അത്രത്തോളം നിങ്ങളുമായിട്ട് കണക്റ്റഡായി കഴിഞ്ഞു. കാരണം ഒരു അർദ്ധനാരീശ്വര പോലെ, അതായത് രണ്ട് വ്യക്തികളല്ല, ഒരു വ്യക്തിയാണ് എന്ന് അവർക്ക് പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പലരിൽ നിന്നും ഉപദേശം സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ ആരോടൊക്കെയോ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ അവർ ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവർ ശരിക്കും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ അവർ അറിയുന്നുണ്ട്.
പൂർണ്ണമായിട്ടും ഇപ്പം നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അവരറിയുന്നുണ്ട്. രഹസ്യമായിട്ടാണെങ്കിലും അവർ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിലേക്ക് തിരിച്ചു പോരാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അവരുടെ ഒരു തിരിച്ചു മടങ്ങി വരവെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ടും ഇവിടെ കാണുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, വിവാഹിതരാവാത്ത നിങ്ങൾക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവർ ഇനി നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങളുടേതായും നിങ്ങൾ അവരുടേതായും തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ്. അത് പൂർണ്ണതയിലെത്തുന്ന ഒരു ബന്ധമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബമായിട്ടുള്ളവരാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരിക്കലും ഇനി ഒരു പ്രോബ്ലമോ സ്ട്രഗിളിങ്ങോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുകയില്ല. ക്യൂൻ ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. അതായത് നല്ല പവർഫുള്ളും സ്വന്തം വ്യക്തിത്വത്തോടു കൂടി നിൽക്കാൻ, ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അവർ പോയത് മറ്റാരുടെയൊക്കെ വാക്കുകളോ പ്രവർത്തികളോ പെട്ടെന്ന് തോന്നിയ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ടോ ഒക്കെ ആയിരിക്കാം നിങ്ങളിൽ നിന്നും അവർ പിരിഞ്ഞു പോയത്. പക്ഷേ ഇനി നിങ്ങളിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ വളരെയധികം പക്വതയോടുകൂടിയും വ്യക്തതയോടും കൂടി തന്നെ അവരുടെ ലൈഫും നിങ്ങളോട് ഒത്തു കൊണ്ടുപോകാൻ പാകത്തിന് അവർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. അവരുടെ ലൈഫിൽ അവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ശരി തെറ്റുകൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്തായിരുന്നു ലൈഫിൽ ശരി, എന്തായിരുന്നു വേണ്ടത് എന്നത്. അവർക്ക് എല്ലാ സ്കിൽസുകളും അവരുടേതായ എല്ലാ രീതിയിലും അവർ പൂർണ്ണമായും നിങ്ങളെ മനസ്സിലാക്കുന്നു. നിങ്ങളിലേക്ക് അവരെത്തും. അവർക്ക് വളരെയധികം ഒരു സ്പിരിച്വലായ ഒരു അവസ്ഥയിലാണ് കേട്ടോ അവരും നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷനും പ്രെയറിങ്ങും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ അവർക്ക് ഡിവൈൻ്റെ വളരെയധികം അനുഗ്രഹമുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. ആരുടെയൊക്കെ എനർജിയാണ് ഈ വരുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അനുയോജ്യമാകുന്നത് മാത്രം എടുത്തേക്കുക. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ അഫർമേഷനും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമുക്ക് വേണ്ട വ്യക്തിയെ നമ്മൾ അട്രാക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരും. അതോർത്ത് ആരും വിഷമിക്കണ്ട കേട്ടോ. അപ്പം ഇതിനകത്തെ വ്യക്തി എന്ന് പറയുന്നത് തിരിച്ചു വരിക എന്നത് 100% ഉറപ്പാണ്. നമ്മൾക്ക് അവർ പൂർണ്ണതയോടുകൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. എല്ലാ രീതിയിലും ഇനി ഒരു നെഗറ്റിവിറ്റി ഒന്നുമില്ല, കുറവുകളും പറയാനുണ്ടാവില്ല, ഒന്നുമില്ല. വളരെ പൂർണ്ണതയോടുകൂടി, നല്ല വ്യക്തിത്വത്തോടുകൂടി, നല്ല സ്ട്രെങ്തോടുകൂടി, നല്ല എന്താ പറയുക, എല്ലാ രീതിയിലും ഒരു പൂർണ്ണതയോടുകൂടി തന്നെ നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തിച്ചേരും. 6 ഓഫ് സോഴ്സാണ്. അവർ ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ നിൽക്കുന്നത് ആ സാഹചര്യം വിട്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് മൂവിങ് ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഇന്ന് നിങ്ങളുടെ വ്യക്തി ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾക്ക് ആ ഒരു ചിത്രത്തിൽ നോക്കുമ്പോൾ അറിയാം, ബാഗൊക്കെ കയ്യിലൊരു പെട്ടിയൊക്കെ പിടിച്ച ആ വ്യക്തി അടുത്ത ദിശയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അവർ നിങ്ങളിലേക്ക് പൂർണ്ണമായും കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രെയറും പ്രാർത്ഥനയും നിങ്ങൾക്കും ഡിവൈൻ്റെ ഒരു നല്ല ഹെൽപ്പ്, അതായത് സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചോളുക. ആ വ്യക്തി ആ ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിൽ നിന്നും അവർക്കത് മനസ്സിലായി. കാരണം നമ്മളറിയാണ്ട് നമ്മൾക്ക് ചുറ്റും നമ്മുടെ എല്ലാ പോസിറ്റീവായ എനർജികളും നിൽക്കുന്നുണ്ട്. അത് നമ്മളുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും, ദേവന്മാരുടെ, ഏഞ്ചൽസിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ സൃഷ്ടാവിൻ്റെ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾക്ക് ആർക്കും ഒരിക്കൽ പോലും ഒന്നും വർണ്ണിക്കാൻ കഴിയാത്തതിനും അപ്പുറമാണ് ഈ പ്രപഞ്ചത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്പിരിച്വലായ പോസിറ്റീവായ ഒരു ഊർജം എന്ന് പറയുന്നത്. ആ ഊർജത്തിന് ഏത് ടൈമിങ്ങിൽ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയാം. നമ്മളിനി എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും ആ ടൈമിലാണ് നമ്മൾക്ക് നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടെ കൈകളിൽ വന്നു ചേരുകയുള്ളൂ. ഇനി പൂർണ്ണമായും സക്സസ് തന്നെയാണ്. അതായത് 6 ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പൂർണ്ണമായും സക്സസ് ആണ്. 9 ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്ന, അബണ്ടൻസ് ആണ്. അതായത് ഇനി ഒന്നുമില്ല, എല്ലാ രീതിയിലും നിങ്ങൾ സമ്പൽ സമൃദ്ധിയുടെ കാലമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു വ്യക്തി എത്രത്തോളം നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത പ്രണയം അത്രത്തോളം ആഴത്തിൽ, ലവേഴ്സ് കാർഡിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് ഏത് വന്നിരിക്കുന്നത്, 9 ഓഫ് പെൻഡിക്കിൾസ്. സമൃദ്ധിയും സന്തോഷവും എല്ലാം, അതായത് എല്ലാ സുഖ സൗകര്യങ്ങളുമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്ന നമ്മളിലേക്ക് വരികയാണ്. അതായത് ഡിവൈൻ്റെ, മാലാഖയുടെ, ഏഞ്ചൽസിൻ്റെ എല്ലാം പൂർണ്ണമായ കയ്യൊപ്പോടു കൂടി തന്നെയാണ് ഇനി അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്.
എത്രയും വേഗം നിങ്ങൾക്ക് അവരെ കാണാനും അവരുടെ ഒരു കോളും മെസ്സേജും ഒരു തുറന്ന സംസാരവും ഉണ്ടാകുകയും നിങ്ങൾ ഒന്നിക്കേണ്ടവർ ചേരേണ്ടവർ ഒന്നിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഡിവൈൻ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ഡെത്ത് ആൻഡ് റീബർത്താണ് വന്നിരിക്കുന്നത്. എന്താണോ നിങ്ങളിൽ അവസാനിച്ചത് അത് വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഇതിലും വലിയൊരു ഡിവൈൻ മെസ്സേജ് നമുക്ക് വരാനില്ല. നമ്മളിൽ അവസാനിച്ചു എന്ന് ചിന്തിച്ച ഇനി മുന്നോട്ടില്ല, എല്ലാം തീർന്നു എന്ന സ്ഥലത്ത് നിന്നും ഒരു റീബർത്ത് വരികയാണ്, ഒരു സൂര്യോദയം, ഒരു പുനർജന്മം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. നിങ്ങൾക്ക് മാത്രമല്ല അവർക്കും ഒരു പുനർജന്മം തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ സത്യസന്ധവും നീതിയുക്തവുമായ നല്ല ഒരു ലൈഫ് നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചോ അത്രത്തോളം നല്ല ഒരു വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇനി ആ വ്യക്തിയെ ചേർത്ത് നിർത്താം എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നതോ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. നിങ്ങൾ ഒരുപാട് മെൻ്റൽ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും ഫൈറ്റിങ്ങും ഒക്കെ നടത്തിയിരുന്നവരാണ്. അവിടെ നിന്നെല്ലാം നിങ്ങൾ പരാജയപ്പെട്ട് നിങ്ങൾ പിന്മാറിപ്പോയവരാണ്. നിങ്ങൾ ആ കൊടുത്തത് അതേപടി നിങ്ങൾക്ക് ആ സ്നേഹമാണേലും എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ കൊടുത്തോ അത് നിങ്ങളിലേക്ക് വരുന്നു. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? ദ വേൾഡാണ്. ഒരു പുതിയ ലോകമാണ് ഇനി നമ്മൾക്ക് മുന്നിൽ. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ലോകമാണ് ഇനി നിങ്ങളും അവരോടൊത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അത് നടക്കാൻ പോകുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രം എന്നേ നമ്മൾക്കവിടെ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കുമ്പിളിൽ കൊണ്ടുപോകാം. അത്രത്തോളം ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു തടസ്സങ്ങളുമില്ല, ഒരു വ്യക്തികളുടെയും നെഗറ്റീവായ സാന്നിധ്യമില്ല. നമുക്ക് ഒരു നെഗറ്റീവ് കാർഡ്സും ഇതിൽ വന്നിട്ടില്ല കേട്ടോ. എല്ലാം പൂർണ്ണമായും പോസിറ്റീവും വിജയവും സ്ട്രെങ്തും സക്സസ്സും പ്രണയവും ഒക്കെ വന്നിട്ടുള്ളൂ. നമുക്കതല്ലാണ്ടൊരു നെഗറ്റീവായ ഒരു കാർഡ്സും നമ്മളിലേക്ക് വന്നിട്ടില്ല. അത്രത്തോളം ബ്ലെസ്സിങ്സ് ആണ്. അതായത് അത്രത്തോളം പൂർണ്ണതയായി കഴിഞ്ഞിരിക്കുന്നു. അബണ്ടൻസും സമൃദ്ധിയുമാണ് ഇനി അവരോടൊത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ തെറ്റുകളും നിങ്ങൾ തിരുത്തും, അവരുടെ തെറ്റുകളും അവർ തിരുത്തും എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പൂർണ്ണമായി ഹീലായി കഴിഞ്ഞു. നിങ്ങളിലെ നെഗറ്റിവിറ്റികളെല്ലാം പൂർണ്ണമായി ഹീലായി, അവരിലെ നെഗറ്റിവിറ്റികളും എല്ലാം ഹീലായി കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി നിങ്ങളുടേതായ ഒരു ലോകമാണ്, പുതിയൊരു പാതയാണ്. അതുപോലെ തന്നെ ഇനി സമാധാനവും സന്തോഷവും പക്വതയോടുകൂടി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയും വന്ന് നിൽക്കുന്നത്. നിങ്ങൾ ഇനി രണ്ടുപേരും വളരെ പക്വതയോടും വളരെ നല്ല, അതായത് എന്താണ് ജീവിതമെന്നും എന്താണ് സ്നേഹമെന്നും നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന വേദന എന്താണെന്നും രണ്ട് വ്യക്തികൾക്കും ഒരുപോലെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്ക് അവരെയും അവർക്ക് നിങ്ങളെയും എപ്പോഴും ഫോക്കസിങ് ചെയ്ത് നിൽക്കാം. കിങ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. നിരാശയുടെ കാലം കഴിഞ്ഞു. നിങ്ങൾക്കിനി ഒരു നിരാശയുടെ കാലമില്ല. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇട്ടിരിക്കുന്നത് 2 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ കണ്ണുകൾ, അതായത് കൺഫ്യൂഷൻ എന്നതും ഒറ്റപ്പെടൽ എന്നതെല്ലാം അവസാനിക്കുമാണ്. നിങ്ങളിനി സ്ട്രെങ്ത്, അതായത് ഒരു ബാലൻസിലേക്കും അതായത് ഒരു വിജയത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണെന്നാണ് നമുക്കിവിടെ കാണുന്നത്. ഇനി എല്ലാ രീതിയിലും സക്സസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഈഗോയും പോയി, നിങ്ങളുടെ ഈഗോയും പോയി, എല്ലാ രീതിയിലും നിങ്ങളുടെ കൺഫ്യൂഷനും എല്ലാം മാറുന്നു. അതുപോലെ നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ പ്രണയിച്ചോ അതിനേക്കാൾ ആഴത്തിൽ നിങ്ങളെ ഇനി അങ്ങോട്ടേക്ക് പ്രണയിക്കുന്നു. അതായത് വിവാഹ ജീവിതം ആവാത്തവർക്ക്, വിവാഹിതരാവാത്തവരുണ്ടെങ്കിൽ 100% നിങ്ങളിലേക്ക് ഇനി ഒരു വിവാഹ ജീവിതമാണ് വരാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു പിരിഞ്ഞു പോവുക എന്നതോ മാറി നിൽക്കുക എന്നതോ ഒന്നുമില്ല. നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ലൈഫുകളിൽ. പിരിഞ്ഞു നിൽക്കുമ്പോഴും നഷ്ടപ്പെടുമ്പോഴും ഉള്ള വേദനകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് സന്തോഷമാണ്. നമുക്ക് മാലാഖ നൽകിയിരിക്കുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടെടുക്കലിൻ്റെ കാലഘട്ടമാണ്. വീണ്ടെടുക്കലിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ നേടിയെടുക്കുന്നു എന്നതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്.
അപ്പോൾ വീണ്ടെടുക്കൽ ഇത് നിങ്ങൾക്ക് വീണ്ടെടുക്കലിൻ്റെയും രോഗശാന്തിയുടെയും കാലഘട്ടമാണെന്നാണ് മാലാഖ പറയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിനെ ഓക്കെ ആക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും വീണ്ടെടുക്കലിൻ്റെ ടൈമാണ്. നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വെല്ലുവിളി നിറഞ്ഞ വികാരങ്ങൾ കാലക്രമേണ മാഞ്ഞു പോകും. അതായത് ഇപ്പോൾ കാണാൻ പ്രയാസമാണെങ്കിലും സന്തോഷകരമായൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ ആവശ്യമായ എല്ലാ സമയവും എടുക്കുക. നിങ്ങളുടെ വീണ്ടെടുക്കൽ പൂർത്തിയായി അല്ലെങ്കിൽ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പം നിങ്ങളിലേക്കൊരു പോസിറ്റീവ് എനർജി വന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നു. ഒന്നെങ്കിൽ പകുതി ആളുകളിലേക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. സ്വർഗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? പ്രെയർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ആവേശകരമായ കാലഘട്ടത്തിനായി ആസൂത്രണം ചെയ്യാൻ ആരംഭിക്കുക എന്നാണ് നമ്മളോട് ആര് പറയുന്നത്? മാലാഖമാർ പറയുന്നത്. അപ്പം എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോസിറ്റീവായ വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്നും നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷവും സമാധാനപൂർണ്ണമായി തീരട്ടെ എന്നും ഞാൻ ഡിവൈന് മുന്നിൽ മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗോഡ് ബ്ലെസ് യു.